LMR ലണ്ടൻ മലയാളം റേഡിയോ. ഹലോ, വെൽക്കം ടു ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ മരിയാണ്, സ്റ്റാർ ഓൺ LMRൽ നമ്മുടെ കൂടെയുള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭയങ്കര വലിയ മുഖവരെയൊന്നും ഈ വ്യക്തിക്ക് ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുന്ന ഒരു ഹിഡൻ ജെം ആയിരുന്നോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഇന്ത്യൻ മ്യൂസിക് കമ്പോസർ രാഹുൽ രാജ് ആണ് നമ്മുടെ കൂടെയുള്ളത്. ഹായ് രാഹുൽ, വെൽക്കം ടു ലണ്ടൻ മലയാളം റേഡിയോ ആൻഡ് സ്റ്റാർ ഓൺ LMR. ഹലോ മറിയ, താങ്ക്സ് ഫോർ ദ ബിൽഡപ്പ്. സുഖമായിട്ട് ഇരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം. നല്ല കാര്യങ്ങൾ നടക്കുന്നു. പ്രീസ്റ്റിന്റെ പരിപാടി നടക്കുന്നു. മരക്കാറ് റിലീസ് ഡേറ്റ് അനൗൺസ് ആയി. അങ്ങനെയൊക്കെ കുറെ സന്തോഷങ്ങളിലാണ്. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ എന്താ പറയാ, കുറെ ഒരു കൊല്ലത്തെയോ അല്ലെങ്കിൽ 1.5 കൊല്ലത്തെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കൊറോണ കാലങ്ങളും ഒക്കെ അവസാനിപ്പിച്ചിട്ട് കുറെ എനിക്ക് തോന്നുന്നു മലയാളം ഇൻഡസ്ട്രി അല്ലെങ്കിൽ മൂവി ഇൻഡസ്ട്രി എല്ലാം ബാക്ക് ടു ആക്ഷൻ ആവുകയാണ്. അതിന്റെ ഇടയിലാണ് ഇപ്പൊ പ്രീസ്റ്റിന്റെ കാര്യം കേട്ടത്. പ്രീസ്റ്റ് ഉണ്ട്, അതുപോലെ മരക്കാറിന്റെ ഇപ്പം റിലീസ് ആവുന്ന ഡേറ്റിന്റെ ഫൈനലൈസ് ആയെന്നൊക്കെ അറിയുന്നത്. സോ ഹാപ്പി ടു ഹിയർ. എങ്ങനെയുണ്ടായിരുന്നു ലൈക്ക് ഇങ്ങനെ കുറെ നാള് ഇപ്പം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഡ്യൂറിങ് ദോസ് ടൈം? ലൈക്ക് രാഹുൽ ആണെങ്കിൽ ഭയങ്കര ബിസി ആയിരുന്നോ, അതോ ലൈക്ക് ഈ വരാൻ പോകുന്ന വർക്കുകൾക്കൊക്കെ മുന്നോടിയായിട്ട് കുറെ പ്രിപ്പറേഷൻ ഒക്കെ ആയിരുന്നോ, അതോ ലൈക്ക് കുറച്ചൊരു ഹോൾട്ട് ആയിരുന്നു, എല്ലാം ഇങ്ങനെ നിൽക്കുമായിരുന്നു? അതായത് കുറെ പേര്, ഞാൻ കുറെ ആർട്ടിസ്റ്റുകൾ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, കാരണം അതുവരെ ബിസി ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് അല്ലെങ്കിൽ ഈ സംഭവം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലായിടത്തും ഒരുപോലെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണെങ്കിൽ കുറെ പേര് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിന്നു. അതേസമയം കുറെ പേരൊക്കെ പല പല കാര്യങ്ങളിൽ വ്യാപ്തരായി, വേറെ കുറെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു. അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ അപ്പം രാഹുലിന്റെ കാര്യം എങ്ങനെയായിരുന്നു ഈ ഒരു വർഷം അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള കുറച്ച് കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു? കുറച്ചുകൂടി വർക്കിംഗ് ടുവേർഡ്സ് ടു ദിസ് ലൈക്ക് ഓൾ ദിസ് ബിഗ് റിലീസസ് ആയിരുന്നോ, അതോ വേറെ വല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നോ? ആക്ച്വലി പറയാനുള്ള എല്ലാ കാര്യവും മറി ഇപ്പൊ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടെ ക്ലാരിറ്റിയോടുകൂടി പറയാം. ഞാൻ ആക്ച്വലി ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് ഐ വാസ് ക്വൈറ്റ്, എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഒരു സഡൻ സ്റ്റാൻഡ് സ്റ്റിൽ ആണല്ലോ, അല്ലെ? അപ്പോ നമ്മളുടെ വിചാരം 2 ആഴ്ച കഴിയുമ്പോൾ ശരിയാവും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ 1 മന്ത് കഴിയുമ്പോൾ. പക്ഷെ 1 മന്ത് കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ഇറ്റ് ഇസ് ഇൻക്രീസിങ്. അതിന്റെ ഒരു ഇന്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കാന്ന് മനസ്സിലായപ്പോഴത്തേക്കും നൗ വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു സംതിങ് എൽസ് എന്നുള്ളൊരു തോന്നല ബേസിക്കലി നമ്മള്. അപ്പോ ഉടനെ ഒന്നും ഇത് മാറാൻ പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോ തന്നെ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് തിങ്സ് ദാറ്റ് ഹെൽപ്സ് മീ ടു റീഡിസ്കവർ മൈസെൽഫ്. അങ്ങനെയൊക്കെയുള്ള ഈ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കുക. അല്ലെങ്കിൽ നമുക്ക് ജനറലി സമയം കിട്ടാതിരുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ടൈം കണ്ടെത്തിയ ഒരു സോർട്ട് ഓഫ് ഒരു ജേർണി ടുവേർഡ്സ് സെൽഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു അവസരം ജനറലി നമുക്ക് അങ്ങനൊരു എല്ലാം ലോകം തന്നെ നിന്ന് പോയിട്ടുള്ള ഒരു പോസ് നമുക്ക് ഒരിക്കലും കിട്ടില്ല, അല്ലെ? തീർച്ചയായിട്ടും. നമ്മൾ ചിലപ്പോഴൊക്കെ ആലോചിക്കും, ഭയങ്കര തിരക്കും ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ആലോചിക്കും ഐ വിഷ് അയാളുടെ പോസും നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ ദിസ് വാസ് എ ബിഗ് പോസ് ബൈ ദ യൂണിവേഴ്സ്. ലൈക്ക് എല്ലാരും നിന്നിട്ട് തിങ്ക് അബൌട്ട് യുവർ സെൽഫ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ് ബേസിക്കലി. അപ്പൊ അത് ഐ തിങ്ക് ഐ യൂസ്ഡ് ഇറ്റ് ടു ദ കോർ എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു അവസരം, ആ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ. പ്ലസ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രീസ്റ്റിന്റെ ഒരു 90% ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബിഫോർ ദ ലോക്ക്ഡൌൺ. അപ്പൊ ദേ ഹാഡ് ഒരു 10-15% ഷൂട്ട് ലെഫ്റ്റ്. ആൻഡ് ദെൻ ഐ ന്യൂ ദാറ്റ് പ്രോജക്ട് ഇസ് കമ്മിങ് അപ്പ് റൈറ്റ് ആഫ്റ്റർ ദ ലോക്ക്ഡൌൺ. അപ്പോ അതിലേക്കുള്ളൊരു ഗിയറിംഗ് അപ്പ് ടുവേർഡ്സ് ദാറ്റ്. അപ്പൊ വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഐ വാണ്ട് ടു ഡു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റിസർച്ചും, I was assembling what kind of sounds I want to use in this എന്നൊക്കെ പറഞ്ഞിട്ടൊരു I was just working towards that. ഇത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന എല്ലാ വർക്കും കൂടെ ചിലപ്പോൾ ഒരുമിച്ച് വരും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ. Whatever is halted is going to come back at you after this. So I was prepping up for that basically. So അതെല്ലാം കൂടെ I think it was a good time for me basically. ആൻഡ് മോർ ഇപ്പൊ പറഞ്ഞാൽ ഞാൻ ജനറലി ഐ ട്രൈ ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് മൈ ഫാമിലി. ബട്ട് ഇത് കുറച്ചും കൂടി ഒരു നമുക്ക് അവെയർ ആയിട്ട് ഫാമിലിയിലൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് കിട്ടിയത്. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് വാട്ട് വിൽ ഹാപ്പൻ. നമ്മൾ ചില ഈ അപ്പോക്കാലിപ്സ് അല്ലെ എൻഡ് ഓഫ് ദി ഡേയ്സ് മൂവീസ് ഒക്കെ കാണുമ്പോൾ ഈ മാഡ് മാക്സ് ഒക്കെ പോലത്തെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും
എങ്ങനെയായിരിക്കും ആ സമയത്തുള്ള ജീവിതം എങ്ങനെയായിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോ ഒന്നുമില്ല, വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കടകളില്ല, യു ആർ നോട്ട് ഗെറ്റിംഗ് എനി സപ്ലൈസ്, അങ്ങനത്തെ ഒരു ലോകം വന്നു കഴിഞ്ഞാൽ ആക്ച്വലി അത് നമ്മൾ അനുഭവിച്ചു ഒരു പരിധി വരെ. ഐ തിങ്ക് വി ഓൾ എക്സ്പീരിയൻസ്ഡ് ഇറ്റ് അല്ലെ? അപ്പോ എത്ര ഡെവലപ്ഡ് കൺട്രി ആണെങ്കിലും അവിടെ എല്ലായിടത്തും വൈറസിന് ഇതൊന്നും അറിയില്ലല്ലോ, ആരാന്നൊന്നും ഏത് കൺട്രിയാണെന്നും അറിയില്ലല്ലോ, എല്ലായിടത്തും ഒരുപോലെയാണ് ബേസിക്കലി അല്ലെ? അപ്പോ ഇതൊരു പോസിറ്റീവ് രീതിയിലാണ് ഞാൻ എടുക്കാൻ ശ്രമിച്ചതും. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഹാസ് ഹെൽപ്ഡ് എ ലോട്ട് ആഫ്റ്റർ ദിസ് ലോക്ക്ഡൌൺ എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, എനിക്ക് തോന്നുന്നു കുറെ പേർക്കൊക്കെ എന്താ പറയാ സ്വപ്നങ്ങൾ, അതായത് പലർക്കും പല സ്വപ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കാം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ എല്ലാവരും ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു സമയം കൂടിയാണെന്ന് തോന്നുന്നു ഈ കാലം എന്ന് പറയുന്നത്. തീർച്ചയായും. കാരണം നമ്മള് പലപ്പോഴും നമ്മള് എല്ലാം വെൻ എവറിത്തിങ് ഇസ് ഗോയിങ് ഓൺ റൈറ്റ് ഫോർ യു, യു ഫീൽ ഇൻവിൻസിബിൾ പലപ്പോഴും അല്ലെ? നമ്മൾക്ക് വളരെ സക്സസ്ഫുൾ ആയിരിക്കും, നമുക്ക് യു ഫീൽ വെരി സ്ട്രോങ് ആൻഡ് ദാറ്റ് ഈസ് ഓക്കെ ടു ബി ഫീലിംഗ് ദാറ്റ്, ഓക്കെ. പക്ഷേ അതിനൊപ്പം നമ്മള് ഈ ഒരു പ്രകൃതിയുടെ മുമ്പിൽ ആക്ച്വലി നമ്മളൊന്നുമല്ല, വളരെ നിസ്സാരക്കാരാണെന്നുള്ളൊരു ഒരു കണ്ണ് തുറക്കലും കൂടി ആയിരുന്നു എന്ന് തോന്നുന്നു ഈ ഒരു അവസരം. ബട്ട് നമ്മൾ ഇത്രയൊക്കെ നമുക്കിപ്പോ ഇവിടെ ഇരുന്ന് സേഫ് ആയിട്ട് ഇതെല്ലാം പറയാം. ഇത് അനുഭവിച്ചവരും അല്ലെങ്കിൽ ഇത് വന്നു പോയവരും അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളുള്ള ഫാമിലീസ് ഒക്കെ ഉണ്ട്. അപ്പോ ഇതെല്ലാം ഇത് നമ്മൾക്ക് വരുമ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് ഒക്കെ നമുക്ക് മനസ്സിലാവുക അല്ലെ? അപ്പോ നമ്മൾക്ക് വേണമെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് റീഡിസ്കവറിനെ പറ്റിയൊക്കെ നമുക്ക് ഗൗരവം പറയാമെങ്കിലും ദിസ് ഇസ് നോ ഒഫൻസ് മെന്റ് ടു എനിബഡി ഹു വാസ് ഡീപ്ലി അഫക്റ്റഡ് ബൈ ദിസ്. അപ്പൊ അതും കൂടെ എനിക്ക് ഇതിനൂടെ കൂട്ടിച്ചേർക്കാനുണ്ടെന്നുള്ളത്. തീർച്ചയായിട്ടും. എനിക്കൊന്ന് ഇപ്പം രാഹുലിനോട് സംസാരിക്കുമ്പം ലൈക്ക് ഇറ്റ്സ് സോ ഫൺ, ലൈക്ക് എസ്പെഷ്യലി ഞാൻ രാഹുലിനെ പരിചയപ്പെട്ടപ്പോഴൊക്കെ ആണെങ്കിലും ഒരു ഫൺ ലൈനിലാണ് തുടങ്ങിയെങ്കിലും ഇപ്പൊ ഞാൻ രാഹുലിനെ പറ്റി കേൾക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഫിലോസഫിക്കൽ ടച്ച് എവിടേക്കോ ഉണ്ടോ എന്നൊരു ചെറിയൊരു സംശയം ഇല്ലാതില്ല എനിക്ക്. ഇത് കുസാറ്റിന് കിട്ടിയതാണോ? ഇത് ഞാൻ ഒത്തിരി ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ലൈക്ക് കുസാറ്റിന് പഠിച്ചിട്ടാണ് ഈ ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. കുസാറ്റിലൊരു IT എഞ്ചിനീയർ കൂടിയാണ് രാഹുൽ. അവിടുന്ന് ഇങ്ങോട്ട് ഒരു എന്താ പറയാ ഒരു ചുവടുവെപ്പ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. ഒരു കംപ്ലീറ്റ്ലി ഡിഫറൻസ്. അതാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ മ്യൂസിക്കിലോട്ട്? ഐ മീൻ ഒബ്വിയസ്ലി ഉണ്ടായിരുന്നിരിക്കും തീർച്ചയായിട്ടും, പക്ഷെ അങ്ങനെ ഒരു മ്യൂസിക് ഡിസ്കവർ ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയാവുന്ന അങ്ങനെ ഒരു എന്താ പറയാ നമുക്ക് ജോലിയായിട്ട് എനിക്ക് തോന്നുന്നു പലപ്പോഴും ആ ഒരു സമയത്തൊക്കെ എന്ന് പറയുന്നത് ലൈക്ക് പ്രോബബ്ലി ഞാനും രാഹുലൊക്കെ ഒരേ ഏജ് ആയിരിക്കും, ഒരേ ഏജ് ഗ്രൂപ്പ് ആയിരിക്കാം. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് നമ്മളൊക്കെ വളരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊക്കെ ലൈക്ക് ഡിഗ്രിയോ കോളേജൊക്കെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് ഒബിയസ്ലി ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒന്നും അത്രയ്ക്കധികം ഇല്ല. അത് മാത്രമല്ല നമ്മുടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ പറയുന്നതും നമുക്ക് അങ്ങനെ ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റി ഒന്നും നമുക്ക് ഇല്ല. എക്സാക്ട്ലി. അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നത് ഒന്നെങ്കിൽ ഒരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ്, ഡോക്ടറിലാണെങ്കിലും ലൈക്ക് വെറ്റ്സോ ഡെന്റിസ്റ്റ് അങ്ങനത്തെ കുറെ ഓപ്ഷൻസ്, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ലൈക്ക് സിവിൽ എഞ്ചിനീയർ, ലൈക്ക് ഇലക്ട്രോണിക്, ഇലക്ട്രിക്, കമ്പ്യൂട്ടർ ഒക്കെ ആയിരുന്നു ലൈക്ക് ടു ബി വെരി ഓണസ്റ്റ് അന്നത്തെ കാലത്തെ ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷെ അവിടെ നിന്നൊക്കെ മാറ്റി ചിന്തിച്ചിട്ട് ലൈക്ക് ബേസിക്കലി യു ഡിഡ് ഇറ്റ്. ബട്ട് അന്നേരം ഉണ്ടായിരുന്നു മനസ്സിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു ലൈക്ക് ഇതൊക്കെ വിട്ടിട്ട് ഞാനൊരു എന്താ പറയുന്ന ഒരു കമ്പോസർ ആവും അല്ലെങ്കിൽ മ്യൂസിക് ആണ് എന്റെ ഒരു ഫീൽഡ് എന്നൊക്കെ എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ആ സമയത്തൊക്കെ? അല്ല, ഞാൻ എല്ലാ കാലത്തും എന്റെ മനസ്സിലെ സ്വപ്നം അത് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ വി ഡിഡ്ന്റ് ഹാവ് അവന്യൂസ്, നമുക്ക് ഓപ്ഷൻസ് വളരെ കുറവാണ്. ഒത്തിരി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും അങ്ങനെ ഫ്രൂട്ട്ഫുൾ ആയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പല രീതിയിലും പല കമ്പനീസ് HMV അല്ലെങ്കിൽ മാഗ്ന സൗണ്ട് അങ്ങനെയുള്ള കമ്പനീസിന്റെ ഒക്കെ റഡാറിൽ വന്നെങ്കിലും ദാറ്റ് വാസ് നോട്ട് എൻ ഈസി പീരിയഡ് ഫോർ എൻ ആർട്ടിസ്റ്റ് ടു മേക്ക് ഇറ്റ് ബിഗ് ആ സമയത്ത്. അപ്പോ ഈവൻ ഇപ്പൊ എനിക്ക് IT ജോലി കിട്ടി. ഐ വാസ് ആക്ച്വലി വർക്കിംഗ് ഇൻ ലണ്ടൻ ഫോർ 1.5 years, നിയർലി 1.5 years. അപ്പോ ആ സമയത്ത് ആ ജോലി കിട്ടുന്നതിന് മുമ്പ് എനിക്കൊരു നെറ്റ്വർക്കിംഗ് കമ്പനി മൈസൂരിൽ ജോലി കിട്ടി. ഈ ജോലി കിട്ടുന്നതെല്ലാം ഞാൻ അത്ര ശ്രമിച്ചിട്ടൊന്നുമല്ല. അതാണ് അതിന്റെ കോമഡി. ബേസിക്കലി ആ ഫസ്റ്റ് ജോബ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I don't know, the way I was speaking or something, that HR was really liking me, and she was like, okay, we cannot have you without, we have to have you in our company at any cost. That's what it is. അങ്ങനെയാണ് അവരെന്നെ എടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈവൻ എനിക്ക് ലണ്ടനിലെ ജോലി കിട്ടിയത് ലണ്ടനിലുള്ളൊരു ബിസിനസ് മാൻ പ്രദീപ് മേനോൻ എന്ന് പറഞ്ഞിട്ട്. He's a music lover and he had lot of other companies too. അപ്പം അദ്ദേഹം എൻ്റെ ഒരു പാട്ട് എവിടെയോ ഇന്റർനെറ്റിൽ എന്തോ കേട്ടിട്ട് that is how he contacted me while I was in Mysore. അപ്പൊ എന്റെ വിചാരം ഏതോ ഫ്രണ്ട്സിനെ കളിയാക്കാൻ പറ്റിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട്
somehow it happened and I was in London. In 3 months I was in London. So the thing is, I never tried hard. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ജോലിയിലേക്ക് കയറാൻ വേണ്ടി ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നാണ് സത്യം. അപ്പോ അറ്റ് ദ സെയിം ടൈം അറ്റ് ദ ബാക്ക് ഓഫ് മൈ മൈൻഡ് ഐ ന്യൂ ദാറ്റ് ഈ മ്യൂസിക്കില് എന്തെങ്കിലും ആകുമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല എന്ന് എനിക്ക് എന്റെ മനസ്സിലുണ്ട്. ബട്ട് ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. നമുക്ക് ഇപ്പൊ ദ തിങ് ഈസ് റൈറ്റ് നൗ, ഇപ്പൊ എനിക്കിപ്പോ എത്ര മെസ്സേജസ് ഫേസ്ബുക്കിൽ ഇപ്പൊ വാണബി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റ് കമ്പോസേഴ്സ് അല്ലെങ്കിൽ ലിറിക്സ് എഴുതുന്ന ആളുകളൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോ ദ തിങ് ഈസ് ഇറ്റ് ഈസ് ഈസി ടു കണക്ട് ടു എ പ്രോസ്പെക്റ്റീവ് ഒരു വർക്ക് ഗിവർ, ഒരു എംപ്ലോയറിനെ കണക്ട് ചെയ്യാൻ ഇപ്പൊ ഈസിയാണ് ഇൻഡസ്ട്രിയിൽ അല്ലെ. അപ്പൊ നമുക്ക് സർ ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒരു വി ലിസൺ ടു ദം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ എ കപ്പിൾ ഓഫ് ടോക്സ് പേഴ്സണൽ ഓക്കെ ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു ഡു, ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് പറയുമ്പോഴത്തേക്കും എ ലോട്ട് ഓഫ് പീപ്പിൾ എൻഡ് അപ്പ് ഹെൽപ്പിംഗ് ദം അല്ലെ. അങ്ങനെ ഒരു സ്പേസ് ആക്ച്വലി ഈ കാലത്തുണ്ട്. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ലൈക്ക് ഒരു വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിരുന്നു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. മ്യൂസിക് ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് വെരി ക്ലോസ്ഡ്. ഒരിക്കലും നമുക്ക് അങ്ങനെ എൻട്രി കിട്ടുമെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. അപ്പോ പോയ വഴി അങ്ങ് പോകുമായിരുന്നു. നമ്മളുടെ ഒരു ഡെസ്റ്റിനി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകുമായിരുന്നു. ആൻഡ് ദെൻ ഐ ഹാഡ് എ ചാൻസ് മീറ്റിംഗ് വിത്ത് AR റഹ്മാൻ അറ്റ് നമ്മളുടെ എവിടെയാ ടോട്ടനം കോട്ട് റോഡിലൊരു വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ഷോപ്പ്, ഒരു മ്യൂസിക് ഷോപ്പ് ഉണ്ട്. അവിടെ വെച്ചിട്ട് റഹ്മാൻ സാറിനെ കാണാനുള്ളൊരു ചാൻസ് കിട്ടി. ഒരു വളരെ ചാൻസ് മീറ്റിംഗ്. ഹി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ ക്യൂ ആൻഡ് ഐ വെന്റ് ആൻഡ് മെറ്റ് ഹിം ആൻഡ് ലൈക് വി വർ ടോക്കിംഗ് ഫോർ ലൈക്ക് എ ലോങ് ടൈം. അദ്ദേഹം എനിക്ക് തോന്നുന്നു എയർടെലിന്റെ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ എല്ലൻ മിത്തൽ ആ ഗ്രൂപ്പിനെ കാണാൻ വേണ്ടി വന്നത്, മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് ആ സമയത്താണ്. അപ്പൊ ആ മീറ്റിംഗ് ആണ് ആക്ച്വലി എന്നെ ഒത്തിരി ഇൻസ്പയർഡ് മീ ദാറ്റ് ഓക്കെ ഐ ഹാവ് ടു ഫോളോ മൈ ഡ്രീംസ്, അല്ലെങ്കിൽ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ബി അനദർ ഫേസ് ഇൻ ദ ക്രൗഡ്. ഇപ്പൊ ദ തിങ് ഈസ് ഐ വാസ് ഇൻ ലണ്ടൻ വർക്കിംഗ് ആസ് എ നെറ്റ്വർക്ക് എഞ്ചിനീയർ ബിക്കോസ് ലൈക്ക് അപ്പൊ നമ്മള് ഐ എം നോട്ട് ഇൻ ടു മ്യൂസിക് കരിയർ അറ്റ് ഓൾ. ഞാൻ അവിടെ മോർലി കോളേജിൽ പോയി പഠിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഡിപ്ലോമ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ദർ ഇസ് നോ ഓപ്പണിംഗ് ഫോർ എ പേഴ്സൺ ലൈക്ക് മീ. ലൈക്ക് ഐ ജസ്റ്റ് കെയിം ടു ലണ്ടൻ. ഐ ഡോണ്ട് ഹാവ് എ കമ്മ്യൂണിറ്റി ദാറ്റ് റെപ്രസെന്റ്സ് മീ. ഇപ്പൊ ഞാനൊരു ആർട്ടിസ്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് 100 listeners അല്ലേ. അപ്പോ ഞാനെങ്ങനെ ഹൗ വിൽ ഐ മേക്ക് ഇറ്റ് ബിഗ്? അപ്പോ വാട്ട് ഐ എം തിങ്കിങ് ഈസ് ഓക്കെ ഓൺലി ഇഫ് ഐ ഗോ ബാക്ക് ടു ഇന്ത്യ. അപ്പൊ റഹ്മാന്റെ സ്റ്റോറി എടുക്കുകയാണെങ്കിൽ ഹി മേഡ് ഇറ്റ് ബിഗ് ഇൻ ഇന്ത്യ. ഹി ബിക്കേം എ ലെജൻഡ് ഇൻ ഇന്ത്യ ബിഫോർ ഹി ഈവൻ വെഞ്ചേർഡ് ഔട്ട് ഇൻ ടു ദ വേൾഡ് അല്ലെ. അപ്പോ I was feeling okay, that is a way to go. I don't have to work hard here being a face in the crowd. I can go back to India and do my thing and then the world will recognize me. എന്നുള്ളൊരു തോട്ട്, ഒരു റീതിങ്കിങ് ഉണ്ടായിരുന്നു ആ സമയത്ത്. And then I went up to my boss and I told him I have to go back. അപ്പൊ പുള്ളി ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പല രീതിയിൽ എന്റെ അടുത്ത് എന്നെ പല ഉപദേശങ്ങളൊക്കെ ചെയ്തെങ്കിലും ഞാൻ ആക്ച്വലി മൈ മൈൻഡ് വാസ് മെയ്ഡ് അപ്പ് ലൈക്ക് I had to go back. ഈ പുള്ളിയായിട്ട് തന്നെയായിരുന്നു രാഹുലിന്റെ ഫസ്റ്റ് പ്രോജക്ട്? ലൈക് ലണ്ടനിലുള്ള സമയത്ത് വീട്ടിൽ ശബരി ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അയ്യപ്പ ഭക്തിഗാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത് ചെയ്തെങ്കിലും നമ്മളുടെ വിചാരം ഓക്കെ ദിസ് വിൽ ബി സക്സസ്ഫുൾ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ദർ വിൽ ബി മോർ ഓഫേഴ്സ്, അല്ലെങ്കിൽ പീപ്പിൾ വിൽ റെക്കഗ്നൈസ് മൈ മ്യൂസിക് പൊട്ടൻഷ്യൽ എന്നൊക്കെ നമ്മൾ ഹോപ്പ് ചെയ്യണം. ബട്ട് ദ തിങ് ഈസ് ദ റിയാലിറ്റി ഈസ് unless you come through a like a big project, but Shabari Beats was an excellent project. Like in Pradeep ji ആണെങ്കിലും എന്നോ നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു. ബട്ട് ദ തിങ് ഈസ് മ്യൂസിക്കില് നമുക്കൊരു പ്രോപ്പർ ആളുകൾ ഒരു വിസിബിലിറ്റി തരണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കം ഇൻ എ മൂവി, അല്ലെങ്കിൽ യു ഹാവ് ടു കം ഇൻ എ പ്രോജക്ട് വേർ പീപ്പിൾ ആർ നോട്ടീസിങ് യു. മനസ്സിലായി? അപ്പൊ ഒരു ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞൊരു സിനിമ അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ ഇപ്പൊ ഈ ഒരു അവസരം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് that is what it is. The opening is what made everything smooth for me later on in my career. അപ്പൊ നമ്മളിപ്പോ ശബരി ബീറ്റ്സ് ചെയ്യുമ്പോഴും നമ്മള് വി ആർ ഇൻ ദാറ്റ് പ്രസന്റ്, ആ കറന്റ് മൊമെന്റിലാണ് നമ്മളുള്ളത്. അപ്പൊ ആ സമയത്ത് വി ഡോണ്ട് നോ, വി കനോട്ട് ഫോക്കസ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ആഫ്റ്റർ 5 years അല്ലെങ്കിൽ ആഫ്റ്റർ 10 years. അപ്പൊ വി ക്യാൻ ഓൺലി ഗോ വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഒരു കൈസാനിങ്ങേ പറ്റുള്ളൂ അല്ലെ. അപ്പോ യു ക്യാൻ ഓൺലി ടേക്ക് വൺ ഡേ അറ്റ് എ ടൈം. ഇപ്പൊ ചെയ്യാനുള്ളത് ഡു ഇറ്റ്, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോ അങ്ങനെ ചെയ്താണ് അപ്പോൾ എവറി ഡേ ഐ വേക്ക് അപ്പ് തിങ്കിങ് ഓക്കെ ദിസ് ഇസ് ദ ഡേ എന്ന് വിചാരിക്കണം. സീരിയസ്ലി ഐ മീൻ ഞാൻ തിരിഞ്ഞു ചിന്തിക്കുമ്പോ ദാറ്റ് ഇസ് വാട്ട് കെപ്റ്റ് മീ ഗോയിങ്. എവറി ഡേ ഐ വേക്ക് അപ്പ് ആൻഡ് തിങ്ക് ഓക്കെ മേ ബി ദിസ് ഇസ് ദ ഡേ ഐ ആം ഗോയിങ് ടു മീറ്റ് ദാറ്റ് വൺ പേഴ്സൺ who is going to catch my collar and say oh come into the industry, you know what I'm saying? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് സംഭവിക്കാൻ വീണ്ടും ഒരു 3, 4, 5 വർഷം ഒക്കെ എടുത്തു ആഫ്റ്റർ കമ്മിങ് ബാക്ക് to India from London. ആണല്ലേ? ഓക്കേ. So
even if I had a capability to forecast the future, നമുക്ക് ആ 4-5 years നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല if you know that you are only going to be successful after 5 years. തീർച്ചയായിട്ടും നമ്മളിപ്പോ ചിന്തിക്കുകയാണ് ടുഡേ ഇസ് ദ ഡേ എന്ന് പറയുമ്പോഴാണ് യു ആർ റാമിങ് ഇറ്റ് ഹാർഡ്. അതല്ല, എനിക്ക് തോന്നുന്നു രാഹുൽ, അതായത് നമ്മൾ എപ്പോഴും, അതായത് ഒരു ഡ്രീം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നമുക്ക് ചിലപ്പം ചിലവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എത്തും, അല്ലെങ്കിൽ ചിലവരാണെങ്കിൽ കുറെ നേരം വൈകിയതിന് ശേഷമായിരിക്കും എത്തുന്നത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഒബാമ പ്രസിഡന്റ് ആയത് 50-ാമത്തെ വയസ്സിലും ജോ ബൈഡൻ പ്രസിഡന്റ് ആയത് ഇപ്പം 79-ാമത്തെ വയസ്സിലുമാണ്. അത് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ എന്ന് പറയില്ലേ, അതാണ് എക്സാക്ട്ലി. എന്റെ ഐഡൽ എന്ന് പറയുന്നത് ജോൺ വില്യംസ് പറയുന്ന കമ്പോസർ അറിയായിരിക്കല്ലോ. ജോൺ വില്യംസ് സ്റ്റാർ വാർസ് ചെയ്തപ്പോ ഹി വാസ് 45. അപ്പോ and after that I think he's in the industry like the number 1 A-listed composer in Hollywood for the past how many years? 43 years. Now he's 87-88. അപ്പോ I still feel that I have time, a lot of time. തീർച്ചയായിട്ടും. പിന്നെ നമ്മളൊക്കെ ഭയങ്കര യങ് അല്ലേ ഇപ്പോഴും, എനിക്ക് ഇഷ്ടംപോലെ സമയം എടുക്കുന്നു. നമ്മൾ തുടങ്ങിയിട്ടല്ലേ അല്ലേ, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമ്മൾ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഇങ്ങനെ കിടക്കുന്നു, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പോലെ, അങ്ങനെ വിചാരിച്ചാൽ മതി. എനിക്ക് തുടങ്ങുന്നേ ഉള്ളൂ. അതെ, എക്സാക്ട്ലി. സോ ഐ തിങ്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു എന്താ പറയുന്ന ഒരു സ്പാർക്ക് കീപ്പ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ലൈക്ക് വാട്ട് എവർ ഹാപ്പൻസ്, ലൈക്ക് എന്റെ ഉള്ളിൽ ആ പാഷൻ അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ആ ഡ്രീം ഞാൻ അവസാനിപ്പിക്കില്ല, അല്ലെങ്കിൽ അത് ഞാൻ ഒരിക്കലും അത് മറന്ന് കളയില്ല എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ സക്സസ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എക്സാക്ട്ലി. കാരണം ഇപ്പൊ ആൾക്കാർ കാണുമ്പോൾ ഒരു സക്സസ്ഫുൾ പേഴ്സണെ കാണുമ്പോഴാണെങ്കിലും അവരതിന്റെ ബിഹൈൻഡ് ഉള്ള കുറെ സ്ട്രഗിൾസ് ഒന്നും അറിയുന്നില്ല. അതന്നെ. അതുപോലെ കുറെ ഫെയിലിയേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. കുറെ ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാര് കേൾക്കാണ്ടും അറിയപ്പെടാതും പോകുന്നുണ്ട്. അവരൊന്നും ഒരിക്കലും ഫെയിലിയർ ആയിട്ടല്ല ഞാൻ പറയുന്നത്. മേ ബി ബിക്കോസ് ഇൻ എ വേ, ഒരു ഡിഫറെന്റ് വേ പ്രോബബ്ലി അവരെ പലരിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പല ഡിസിഷൻ എടുക്കാൻ അവര് കാരണമായിട്ടുണ്ടാവാം. സോ അത്രയൊക്കെ ഉള്ളൂ. എവ്രിബഡി ഹാസ് ഗോട്ട് എ റീസൺ ലൈക്ക് ഇൻ ദിസ് വേൾഡ്. അത്രയും ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തൂവുന്നിലാപ്പൂനീ, പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ, കിളിപാടുന്ന പാട്ടെന്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ, അതിലോലം അനുരാഗം തേന്മാരിയ. നിന്റെ മൗനവും മൊഴിഴത്തുണ്ണിയേകവേ എന്നും ഈ വഴി കനവോട് കാത്തിരുന്നു ഞാൻ. എൻ നിമിഷങ്ങളാനന്ദ ശലഭങ്ങളാ ഇന്നലയുന്നു നിന്നോർമ്മയാകെ, നെഞ്ചിന്നു ഞാളിൽ മെല്ലെ നിന്നെ എന്നും താരാട്ടാമോമൽ പൂവേ. ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തൂവുന്നിലാപ്പൂനീ, സനി സ
പമ പമഗരി സരി തിരിമിന്നിടുന്ന പോ മെല്ലെ വന്നു നീ ചിരിമലരാദ്യമേകവേ നിൻ ശിശിരങ്ങളില പെയ്ത പുലവേളയിൽ ഞാൻ മഴവില്ലിനിതളായി മാറി മിന്നൽ കൺചിമ്മും താരം പോലെ എന്നിൽ ചേരാമോ എന്നും കണ്ണേ ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തൂവുന്നിലാപ്പൂ നീ പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടെൻ്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ അതിലോലം അനുരാഗം തേന്മാരിയ Yeah, and when you said about all these struggles and UK-ലേക്ക് വന്നു, അതൊക്കെ ഏതൊരു മനുഷ്യനും സ്ട്രഗിൾ എന്ന് ഞാൻ പറയില്ല, കാരണം UK-ൽ വന്നു അല്ലെങ്കിൽ മൈസൂർ ഒരു ജോബ് കിട്ടി, ദീസ് ഓൾ ആർ എല്ലാം ഒരു ഭാഗ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ അല്ലെങ്കിൽ ഇത്രയും ഒരു ഇങ്ങനെ ഒരു വേ കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴി കൂടെ നമ്മൾ പോയില്ലായിരുന്നെങ്കിൽ മേ ബി ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ. പ്രോബ്ലി നമ്മുടെ ഡെസ്റ്റിനി പറയുന്നത് വേറെ ഒന്നായിരിക്കാം. ഒരു സമ്മത ഓൾട്ടർനേറ്റീവ് യൂണിവേഴ്സ്, അതാണ് ഡൈമെൻഷൻ വേറെ എന്തൊക്കെയായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എവറി ഡിസിഷൻ ഈസ് ബേസ്ഡ് ഓൺ എ യെസ് ഓർ നോ അല്ലെ. അപ്പോ and each yes or no actually leads to into a different path. അപ്പോ that is what actually determines your future, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ ഒരു പാത്ത് തീരുമാനിക്കുന്ന എവറി ഡേ ചോയ്സസ് ആണ്. നമ്മൾ ഓർഡിനറി ഡേയിൽ നടക്കുന്ന സിമ്പിൾ ചോയ്സസ് ആണ്. ദാറ്റ് ഇസ് വാട്ട് ഡിസൈഡ്സ് യുവർ ഫ്യൂച്ചർ. അപ്പൊ അത് നമ്മൾ ഹാവ് ടു ബി വെരി സ്ട്രോങ് അബൌട്ട് ഇറ്റ്. നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മൾ നമുക്കിത് വളരെ ഫിലോസഫിക്കലായിട്ട് ക്ലീഷേ ആയിട്ട് തോന്നാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ you have to constantly remind you every damn day that why you started. It's very important. അപ്പോ ഞാൻ എന്റെ അനുഭവത്തിൽ എന്ന് പറയുകയാണെങ്കിൽ that is what I did. ഒരു നമ്മൾ ആ സമയത്ത് ആ പാഷൻ തന്നെയാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നെങ്കിലും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ when I feel that okay, if I hadn't done that, this wouldn't have been happening right now, അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടല്ലോ. So that is what is driving me. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആ സമയത്തൊന്നും ഇന്നത്തെ കാലത്ത് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യന് ചലഞ്ച്, നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രി ഓപ്പൺ ആണ്. അതുപോലെ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെങ്കിലും മറ്റൊരാളെ ഹെൽപ്പിനുണ്ടാവും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹെൽപ്പിനുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മീഡിയാസ് ചാനൽസോ അല്ലെങ്കിൽ റേഡിയോസ് ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല. പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു മൂവിയിലേക്ക് എൻട്രി തന്നെ കിട്ടാൻ ഭയങ്കര പാട്. ആ സമയത്ത് പലരും പല ആൽബംസ്, ചില ആൽബംസ് ഒക്കെ പലരുടെയും മനസ്സിനെ ഇങ്ങനെ എന്താ പറയുക ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അതിന് ഫോർ എക്സാമ്പിൾ ആണ് ഇപ്പം രാഹുൽ തന്നെ ചെയ്തിട്ടുള്ള പുലർമഞ്ഞ് പോലെ എന്ന് പറയുന്നത്. ഞാൻ ആദ്യമൊന്നും ഞാൻ ഒത്തിരി കണ്ടിട്ടില്ല, ബട്ട് ലേറ്റർ എനിക്ക് തോന്നുന്നു ഒരു 3-4 years മുൻപാണ് ഞാൻ പുലർമഞ്ഞ് പോലെ കേൾക്കുന്നത്. കാരണം ഒബിയസ്ലി യൂട്യൂബ് ആണെങ്കിലും നമുക്ക് അത്രയും ഒന്നും എന്താ പറയുക ഫേമസ് അല്ല അല്ലെ. കാരണം നമ്മുടെ ഒരു ഇങ്ങനെ ഒരു വാട്സാപ്പിൽ കൂടെയോ അല്ലെങ്കിൽ നമ്മളെ ഫേസ്ബുക്കിൽ കൂടെയോ ഒന്നും അങ്ങനെ ഒരു പാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ എത്തിക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ. ആ സമയത്താണ് ഒരു പുലർമഞ്ഞ് പോലെ ഭയങ്കര ഹിറ്റ് ആയതും ഒരു ഈവൻ ആ റെൻഡേഷൻ കൈൻഡ് ഓഫ് വോയിസസ് ആണെങ്കിലും എല്ലാത്തിനും അവനെ ഒരുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കോൺസെപ്റ്റ്, സോങ് ആൻഡ് എവറിത്തിങ്. സോ എങ്ങനെയായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത്? സോ എങ്ങനെയായിരുന്നു അത് ഉണ്ടാക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അത് ഞാൻ അതിന് ആഫ്റ്റർ ഐ കെയിം ബാക്ക് ഫ്രം ലണ്ടൻ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് സം ചാനൽ തീംസ് ആൻഡ് ഓൾ. ഇപ്പോ ജയ് ഹിന്ദ് ടി വി, അമൃത ടി വി, ജയ് ഹിന്ദ് ടി വി, അതുപോലെ മനോരമയുടെ FM വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇവർക്കെല്ലാം ആദ്യത്തെ ചാനൽ സിഗ്നേച്ചേഴ്സ് ഒക്കെ ഞാനാ ചെയ്തത്. അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന എൻ്റെ ഒരു അക്വൈന്റൻസ് / ക്ലയന്റ് / ഒരു മെന്ററാണ് ശ്യാമപ്രസാദ് സാർ.
സാറ് അമൃത ടിവിയിൽ അപ്പോ ചാനൽ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന പ്രോഗ്രാം പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ടൈമായിരുന്നു. സോ ഹി വാസ് മൈ കണക്ഷൻ. എന്റെ അവിടുത്തെ ഒരു ക്ലയന്റ് എന്ന് പറയുന്നത് സാറായിരുന്നു. അപ്പൊ ഹി ന്യൂ വാട്ട് ഐ കൻ ഡു. ലൈക്ക് എപ്പോഴും എന്നെ ഉപദേശിക്കും, രാഹുൽ യു ഹാവ് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ, യു ഹാവ് ടു ഡു ദിസ്, യു ഹാവ് ടു ഡു ദാറ്റ് എന്നൊക്കെ എപ്പോഴും നമ്മൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ ഋതുവിലെത്തിയത് അതിനുശേഷം. ബട്ട് ശ്യാംജിയുടെ ഒരു ഫ്രണ്ടാണ് ടോം ജോർജ് കോലത്ത്. ടോം ജി ഒരു ആൽബം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്യാംജി എന്നെ വിളിച്ചു പറയും, ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹി വിൽ കം ടു യു വിത്ത് എ വീഡിയോ. ലൈക്ക് ഹി മെയ്ഡ് എ വീഡിയോ ആൻഡ് ഹി വാണ്ട്സ് ടു മേക്ക് എ സോങ് ഫോർ ദാറ്റ് ബേസിക്കലി. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ വന്നപ്പോഴത്തേക്കും ദാറ്റ് വാസ് ഓൾറെഡി എഡിറ്റഡ്, ആ ഒരു കണ്ടന്റ് വാസ് ഓൾറെഡി എഡിറ്റഡ്. ഈ സ്റ്റോറി ഒക്കെ വെച്ചിട്ട് ഹി ഓൾറെഡി ഹാഡ് ഡൺ എ വീഡിയോ ബട്ട് ഹി ഡിഡ്ന്റ് ഹാവ് എ സോങ്. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കണം. ഓക്കെ, സോ അപ്പൊ എനിക്ക് തോന്നിയപ്പോ ഒരു ഇറ്റ് ഹാഡ് എൻ ഇന്റർനാഷണൽ ഫ്ലേവർ. ആ വീഡിയോയ്ക്ക് ഒരു ഇറ്റ് ഹാപ്പൻസ് ഇൻ US അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അവിടെ നടക്കുന്ന ഒരു സ്റ്റോറി, ഒരു ആമി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം. അപ്പൊ ഇറ്റ് ഹാഡ് ടു ഹാവ് എൻ ഇന്റർനാഷണൽ ഫ്ലേവർ ഇൻ ദ സെൻസ് എസെൻഷ്യലി ഇറ്റ് ഷുഡ് ബി എ മലയാളം സോങ് ബട്ട് ഇറ്റ് ഷുഡ് സൗണ്ട് ഓൾസോ എ ഗ്ലോബൽ സോങ്, ആ ഒരു രീതിയിൽ. അപ്പൊ അങ്ങനെയാണ് പുലർമഞ്ഞ് പോൽ പാട്ടിലേക്ക് വന്നത്. ഒരു ബാലഡ് പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയത്, കമ്പോസ് ചെയ്തത്. ആൻഡ് ആ ട്യൂൺ ഉണ്ടാക്കിയതിനു ശേഷം ആ ട്യൂണും കൊണ്ട് ഗിരീഷ് പുത്തഞ്ചേരി സാറിനെ പോയി കണ്ടു. സാറ് ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ആൻ അവർ 15-20 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവും അത് എഴുതാൻ. ദാറ്റ്സ് ഇറ്റ്. ആ ഒരു 20-25 മിനിറ്റിൽ അത് എഴുതി തന്നു. ആൻഡ് then I went to Chennai and made Sujata ma'am sing, Karthik ഇവരെല്ലാരും വന്ന് പാടി. അതെല്ലാം കഴിഞ്ഞ അപ്പോഴൊന്നും നമ്മൾ ഒരിക്കലും ഇത് പിന്നീട് ഒരു എന്തെങ്കിലും ആകുമെന്നൊന്നും ചിന്തിക്കുന്നില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ഓക്കെ, ഒരു പാട്ട് ചെയ്യാൻ പറഞ്ഞു, ഓക്കെ ലെറ്റ് മീ ഡു മൈ ബെസ്റ്റ്. ആ സമയത്ത് ഐ എം ഓൺലി ബോതേർഡ് അബൌട്ട് ഐ വാണ്ട് ടു ഗിവ് മൈ ബെസ്റ്റ് ടു ദിസ്, അത്രേ ഉള്ളൂ. അപ്പൊ അല്ലാണ്ട് ഇത് ചെയ്താൽ ഇതിലൂടെ അടുത്തയാളെ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ അത്രയും ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും വിത്തൗട്ട് നോയിങ് ഐ വാസ് ഓൾവേസ് ഡൂയിങ് വൺ തിങ് അറ്റ് എ ടൈം. ആ ഒരു സമയത്താണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ചെയ്യുന്ന സമയത്ത് അതിന് ഫുൾ ഓണാണ്. അപ്പോ അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അത് ഡെഫിനറ്റ്ലി ഹാർട്ട് ടു ഹാർട്ട് ആളുകളിലേക്ക് എത്തിയത്, അല്ലെ? അപ്പോ ഇപ്പോഴും പലപ്പോഴും ഒത്തിരി ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടൊക്കെ പറഞ്ഞു, ഞാൻ എന്റെ ഗേൾ ഫ്രണ്ട് എപ്പോഴും എന്നെ പാടാൻ പറയുന്ന പാട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ സ്റ്റോറീസ് ഒക്കെ ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് എന്തൊരു ഈസി ആയിട്ട് ചെയ്തൊരു പാട്ടായിരിക്കും എന്ന് വെച്ചാൽ ചിന്തിച്ചത്. ഒരു ആ വീഡിയോയ്ക്ക് ഒരു നല്ല പാട്ടുണ്ടാക്കണം. ദാറ്റ്സ് ഇറ്റ്. അതിൽ കൂടുതൽ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടോ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടൊരു പാട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിറിക്സ് എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും അത് ഇറ്റ് ബിക്കേം ഫിനോമിനൻ തന്നെ തോന്നുന്നു ആ ഒരു സമയത്ത്. ഈവൻ അതിനുശേഷം അത് ചോട്ടാ മുംബൈ ആൽബത്തിൽ ഇൻക്ലൂഡ് ചെയ്തു. സത്യം ഓഡിയോസ് അത് മേടിച്ചിട്ട് അതിന്റെ റൈറ്റ്സ് എടുത്തിട്ട്. അപ്പൊ കുറെ കൂടെ ആളുകളിലേക്ക് അത് എത്തുകയും ദാറ്റ് വാസ് ആക്ച്വലി സ്റ്റാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ടുവേർഡ്സ് എ പ്രൊഫഷണൽ ഡയറക്ഷൻ. ഞാൻ അതിനു മുമ്പ് അമൃത ടിവിയുടെ തീം മ്യൂസിക് ഉണ്ട്, ലോക സമസ്ത സുഗുണോ ഭവന്തു എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇതിലേക്കെല്ലാം എത്തിച്ചതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് ഇതൊരു പ്രൊഫഷണൽ സൈഡിലേക്ക് പൈസ വാങ്ങിച്ച് ചെയ്യുന്ന വർക്ക്സിൽ പെട്ട കാര്യങ്ങളിലേക്ക് ചെന്നത് ഇതിലൂടെയൊക്കെ ആയിരിക്കും. അതിനുമുമ്പ് കുറെ ആഡുകളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ദിസ് ഇസ് വാട്ട് ഗേവ് മി എ വിസിബിലിറ്റി. ഡയറക്ടേഴ്സ് ആണെങ്കിലും ശ്യാംജി ആണെങ്കിലും എല്ലാവരും ഓക്കെ ദിസ് ഗൈ ക്യാൻ ഡു സംതിങ് എന്ന് തോന്നിയത് ഒരു പക്ഷേ ഈ പാട്ടായിരിക്കും എനിക്ക്. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവരും ലൈക്ക് ഇപ്പൊ വെദർ യു വർക്ക് ഇൻ കമേഴ്ഷ്യൽസ് ഓർ TV ആൽബംസ് അല്ലെങ്കിൽ അവരുടെ TV പ്രൊഡക്ഷൻസ് ഒക്കെ ആണെങ്കിലും അതുപോലെ ഇതുപോലുള്ള ചെറിയ ചെറിയ ആൽബംസ് ഒക്കെ ആണെങ്കിൽ പോലും അത് എനിക്ക് തോന്നുന്നു അതുവഴി കുറെ പേരിലോട്ട് എത്താനും ലൈക്ക് ഇറ്റ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് അല്ലേ? എക്സാക്ട്ലി. പിന്നെ അതാണ് പിന്നെ വലിയൊരു എന്താ പറയുക മഹാപ്രസ്ഥാനത്തേക്ക് എത്തിച്ചതും എന്ന് പറയാൻ വേണമെങ്കിൽ. തീർച്ചയായും ആ ഒരു കണക്ഷൻസ് എല്ലാം ഉണ്ടായത് ഈ പാട്ടും ആ സമയത്ത് ഞാൻ അതിനിടയിൽ കുറെ ആഡ്സ് ജിംഗിൾസ് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് ഉണ്ടായിരുന്ന എന്റെ ഒരു ക്ലയന്റ് ആണ് ഡിമൽ ഡെന്നിസ് ഉണ്ട്. ഇപ്പൊ വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞൊരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് റീസെന്റ് ഒരു 2 വർഷം മുമ്പ് ഷെയ്ൻ നിഗം ഹീറോ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. അത് പ്രൊഡ്യൂസ് ചെയ്ത അൻവർ റഷീദാണ്. അപ്പൊ ഡിമലും അൻവറും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഇതൊന്നും എനിക്ക് അറിയത്തില്ല. ഡിമൽ വാസ് മൈ ക്ലയന്റ്. എന്നെ കാണാൻ വരും, നമ്മൾ ആഡ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ ഗിവ് മി എ കൺസെപ്റ്റ്, ഞാൻ ഫ്രീ ആയിട്ട് ജിംഗിൾ ചെയ്യും. ലൈക്ക് നമുക്ക് ഓക്കെ ഇത് വർക്ക്ഔട്ട് ആയാൽ നമുക്ക് രണ്ടുപേർക്കും ഗുണമാണ് അല്ലെ? അപ്പൊ ഹി വിൽ ടേക്ക് ദിസ് ട്യൂൺ ടു ദ ക്ലയന്റ്. അപ്പൊ ക്ലയന്റ് ഓക്കെ പറഞ്ഞാൽ ജിംഗിൾ ആഡ് നടക്കും, ഓക്കെ പറഞ്ഞില്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ കുഞ്ഞു വർക്കുകൾ ചെയ്യുമായിരുന്നു. അപ്പോ ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്ത് ഡിമൽ അൻവർ റഷീദിനെ കൊണ്ടേ കേൾപ്പിക്കും. ഞാൻ അറിയുന്നില്ല എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് നടക്കുന്ന കാര്യം. അപ്പൊ ഒരു ദിവസം സോ ദാറ്റ് വാസ് പ്രോബബ്ലി എ കർമ്മ തിങ്, ലൈക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു, അയാൾ തിരിച്ച് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ. വിത്തൗട്ട് മീ നോയിങ് this was being connected to Anwar Rashid. So he was making Chota Mumbai at that time.
അപ്പൊ ഒരു ദിവസം ഡിമൽ ടോൾ മീ ഓക്കെ വി ഹാവ് ടു ഗോ മീറ്റ് സംബഡി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങോട്ടാ? അല്ല അതൊന്നും പറയില്ല, നീ എന്റെ കൂടെ വാ, നമുക്ക് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. ഫോർട്ട് കൊച്ചിയിൽ ഒരു വീട്ടിൽ ചെല്ലുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് ബെല്ലടിക്കുന്നു. തുറക്കുമ്പോഴത്തേക്കും ഹലോ, ഞാൻ എന്റെ പേര് അൻവർ റഷീദ് എന്നാണ്. അപ്പൊ ഞാൻ അൻവർ രാജമാണിക്കൊക്കെ ചെയ്തു. അപ്പൊ ഉടനെ പറഞ്ഞു ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ പേര് തല എന്നൊക്കെ പറഞ്ഞിട്ട് ഹീ സ്റ്റാർട്ടഡ് നറേറ്റിംഗ് ദ സ്റ്റോറി. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ പറഞ്ഞ് ഓക്കെ ഒരു തീം മ്യൂസിക് ഉണ്ടാക്കി ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ യു വിൽ ബി മൈ മ്യൂസിക് ഡയറക്ടർ. അപ്പോ അങ്ങനെയാണ് അപ്പോ ഈ ചോട്ടാ മുംബൈയിലേക്ക് എത്തുന്നത് ഇതിലൂടെയൊക്കെയാണ്. ഈ കുഞ്ഞു കുഞ്ഞ് ടൈനി സ്റ്റെപ്സ് അല്ലെങ്കിൽ ഈ നടക്കാണ്ട് പോയ പരസ്യങ്ങളും ഇതൊക്കെ തന്നെയാണ് ആ സിനിമയിലേക്ക് എത്തിച്ചതും. ആ സിനിമയിൽ ലാലേട്ടൻ പോലുള്ളൊരു വലിയൊരു ലെജൻഡ്, ഒരു തെസ്പിയൻ ഉള്ള ഒരു സിനിമ, എന്റെ പ്രസൻസ് ഉള്ള ഒരു സിനിമ ആയതുകൊണ്ടാണ് ഐ ക്യാൻ സ്റ്റിൽ സേ ഐ ഡെബ്യൂട്ടഡ് ത്രൂ ചോട്ടാ മുംബൈ. അല്ലെങ്കിൽ ഇറ്റ്സ് ഇസ് നോട്ട് എൻ ഇൻസിഗ്നിഫിക്കന്റ് മൂവി അല്ലെ. അപ്പോ ഇപ്പോഴും നമുക്കൊരു വാല്യൂ ഉണ്ടാക്കി തന്നത് ആ ഒരു അഡ്രസ് തന്നെയാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഓരോ സ്മോൾ സ്റ്റെപ്പുകളാണ്. അപ്പോൾ ആ സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ സ്റ്റെപ്പിൽ മാക്സിമം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തട്ടിമറിഞ്ഞ് താഴെ കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് അതിലെ കീ. ആബ്സല്യൂട്ട്ലി. അതാണ് എനിക്ക് തോന്നുന്നത് കേൾക്കുന്ന ലിസണേഴ്സ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു അവരെല്ലാവരും ആലോചിക്കുന്നതും അവരുടെ സ്വപ്നങ്ങളെ പറ്റിയിട്ടായിരിക്കും. വോട്ടെവർ ചെറിയ സ്റ്റെപ്സ് നമ്മൾക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ അതങ്ങ് ചെയ്യുക, പിന്നെ അതങ്ങ് ബാക്കിയെല്ലാം തന്നെ വന്നോളും എന്നുള്ള. എക്സാക്ട്ലി. ഞാനിപ്പോ മരക്കാർ സിനിമ പ്രിയൻ സാറ്, ഞാൻ അതിനു മുമ്പ് ബെർക്ലിയിൽ പോയി 2018 ഐ ടുക്ക് എ ബ്രേക്ക് ഫോർ 1 year. എന്നിട്ട് ഐ വെന്റ് ടു സ്പെയിൻ ടു ഡു എ മാസ്റ്റേഴ്സ്. എനിക്ക് ഹോളിവുഡ് ഓർക്കസ്ട്രൽ മ്യൂസിക് പഠിക്കണം എന്നുള്ള എന്റെ ഒരു കുറെ നാളായിട്ടുള്ള ഡ്രീം ആയിരുന്നു. അപ്പൊ ഇറ്റ് വാസ് നെവർ ഹാപ്പനിങ് ബിക്കോസ് ഐ വാസ് ഇൻ ടു ദ കരിയർ. ഓൾറെഡി ഞാൻ കരിയറിലാണ്, എനിക്ക് കട്ട് ചെയ്ത് ബ്രേക്ക് എടുത്ത് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ദിസ് വാസ് എ ഡ്രീം ദാറ്റ് മീ ആൻഡ് മൈ സിസ്റ്റർ സോ ടുഗദർ. ചേച്ചിയുടെ ഒരു വലിയ ഡ്രീം ആയിരുന്നു ലൈക്ക് ടു സീ മീ ഇൻ ഫ്രണ്ട് ഓഫ് എൻ ഓർക്കസ്ട്ര എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അപ്പൊ 2016 ഷീ പാസ്ഡ്, ഷീ ഹാഡ് ക്യാൻസർ. ചേച്ചി പോയപ്പോഴത്തേക്കും എന്റെ ഒരു ദിസ് ബിക്കേം ലൈക്ക് എ മിഷൻ, ലൈക്ക് ഐ വാണ്ട് ടു ഡു ദിസ് ഫോർ ഹെർ ആൻഡ് മീ. അങ്ങനെ ഒരു കാര്യം സീരിയസ്ലി ലൈക്ക്. അപ്പൊ ഞാൻ ഒരു ബ്രേക്ക് എടുക്കണമെന്ന് തീരുമാനിക്കുക. എനിക്ക് അഡ്മിഷൻ കിട്ടുന്നതൊക്കെ കഷ്ടമാണ്, എളുപ്പമല്ല. ബെർക്ലിയില് ഇറ്റ്സ് എ ബിഗ് പ്രോസസ്. അപ്പൊ അത് കിട്ടുന്നത് തന്നെ ഇറ്റ്സ് ലൈക്ക് എ ബിഗ് തിങ്. കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു ബിക്കോസ് അപ്പൊ സിനിമകളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്, 5-6 സിനിമ ഒരേ ടൈമിലൊക്കെ നടക്കുന്ന ടൈം. അപ്പോ എന്റെ മെന്റർ ലെവലിലുള്ള ആളുകൾ എന്നോട് ചോദിച്ചു രാഹുൽ ഇങ്ങനെ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ടു യു. ഞാൻ പറഞ്ഞു സാർ എനിക്കിപ്പോ ആക്ച്വലി അത് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ടു മീ ആഫ്റ്റർ ദിസ്. പക്ഷേ ഇതിപ്പോ ചെയ്തില്ലെങ്കിൽ ദാറ്റ് വിൽ അഫക്ട് മൈ ലൈഫ്. ദിസ് വിൽ ബി ദ ബിഗ്ഗസ്റ്റ് ലോസ് ഓഫ് മൈ ലൈഫ്. കാരണം ഞാൻ കുറെ നാളായിട്ടുള്ളൊരു സ്വപ്നമാണ്, ഒരു ഡ്രീമാണ്. അപ്പൊ അതിങ്ങനെ കയ്യിൽ വന്നിങ്ങനെ കിടക്കുകയാണ്, ലൈക്ക് യെസ് ഓർ നോ എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ കിടക്കുക. അപ്പോ ഐ ജസ്റ്റ് ഡിഡ് ഇറ്റ്. ഐ ടുക്ക് മൈ ഫാമിലി വിത്ത് മീ വെൻ വി ലിവ്ഡ് ഇൻ സ്പെയിൻ ഫോർ 1 year. We had good time. Basically good time in the sense it was a very intense course. Intense എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം എന്താണെന്ന് അറിയുന്നതിന് ശേഷം തിരിച്ചു വരുമ്പോഴാണ്. അപ്പോ ഇതിന്റെ ഒരു ഫൈനൽ തീസിസ് ഉണ്ടായിരുന്നു, ലൈക്ക് ഫൈനൽ ഒരു നമ്മളുടെ സബ്മിഷൻ വിച്ച് വാസ് ഓർക്കസ്ട്രൽ ഒരു ഓർക്കസ്ട്രൽ കോമ്പോസിഷൻ ഉണ്ടാക്കി ലണ്ടൻ സിംഫണി ഓർക്കസ്ട്ര അത് റെക്കോർഡ് ചെയ്യും, ലണ്ടൻ ഓർക്കസ്ട്രയിൽ. അപ്പൊ ഐ കെയിം ടു ലണ്ടൻ ഫോർ ദാറ്റ് ആൻഡ് അത് ചെയ്തു. ഈ സ്കോർ കേട്ടിട്ടാണ് ആക്ച്വലി പ്രിയൻ സാർ എന്നെ വിളിച്ചത്. അപ്പോ ഇത് കേട്ടിട്ടാണ് സോ ഹി വാസ് ലൈക്ക് ഓക്കെ ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് സൗണ്ട് ഐ വാണ്ട് ഫോർ മരക്കാർ എന്ന് പറഞ്ഞിട്ടാണ് സാറ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി വാട്ട് ഹാപ്പൻഡ് ഇസ് ഇത് പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് എന്നോട് എന്റെ മെന്റർ ലെവലിൽ ബി ഉണ്ണികൃഷ്ണൻ സാറിനെ പോലുള്ള ആളുകൾ പറഞ്ഞു രാഹുൽ പോകുമ്പോ ഡു യു നോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ടു യു ആഫ്റ്റർ ദിസ്, വാട്ട് വിൽ ഹാപ്പൻ ടു യു ആഫ്റ്റർ ദിസ് ബ്രേക്ക്, വാട്ട് ക്യാൻ യു ആഡ് ടു ദ ടേബിൾ ദാറ്റ് യു കാൻ ഡു നൗ. അപ്പൊ അതൊന്നും എനിക്ക് അറിയത്തില്ല, ഐ ഡിഡ്ന്റ് നോ വാട്ട്, ബട്ട് ഐ ജസ്റ്റ് ന്യൂ ദാറ്റ് ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് റൈറ്റ് നൗ. അത്രേ ഉള്ളൂ. ഇത് ഞാൻ ചെയ്തിരിക്കും എന്നുള്ളൊരു. അപ്പൊ ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് പ്രിയൻ സാറിന്റെ കോൾ ഈസ് എ റിസൾട്ട് ഓഫ് ഓൾ ദാറ്റ്. യു നോ ദാറ്റ് ആ ഒരു 100% ഉള്ളൊരു സബ്മിഷൻ അതിലുണ്ടായിരുന്നു. ഇതിനിടയിൽ ഇറ്റ് വാസ് സോ ഇന്റൻസ് ദാറ്റ് there were moments that made me feel that I want to go back, I want to stop this year and go back എന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ടെങ്കിലും ഐ വുഡ് റിമൈൻഡ് മൈസെൽഫ് ഓക്കെ ദിസ് ഇസ് ഇതുപോലും എനിക്ക് ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വാട്ട് ആം ഐ എയിമിങ് അറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി
തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കൺചെമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ ആകാശമേ നീർ പെയ്യുമോ പ്രണയാർദ്രമീ ശാഖിയിൽ ഇന്നിതാ മനസ്സിൻ ശിലാതലം മഴ പോൽ പുണർന്നു നിൻ ഓരോ മൗനങ്ങളും പകലിൻ വരാന്തയിൽ വെയിലായി അലഞ്ഞിതാ തമ്മിൽ ചേരുന്നു നാം തലോടുമിന്നലകൾ കുളിരോർമ തൻ വിരലാൽ തുടരുന്നു നീ സഹയാത്രയിൽ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കൺചെമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ ആകാശമേ നീർ പെയ്യുമോ പ്രണയാർദ്രമീ ശാഖിയിൽ എന്നിതാ രാഹുലിനോട് സംസാരിക്കുമ്പോ ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എന്താ പറയുക ഗൂസ് ബംസ് വരികയാണ്. കാരണം നമുക്ക് കുളിര് വന്ന് വരികയാണ്, ഒരു കുളിരുകുമാരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ രാഹുൽ. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആണെങ്കിലും അതൊക്കെ ഞാനും ആണെങ്കിലും ഒരുപോലെ പറയുന്ന ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാവരുടെയും ജീവിതത്തിലും ഉണ്ടാവും ലൈക്കിനോ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴും ഇനി എന്ത് ചെയ്യണം, ലൈക്കിന് ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഇപ്പൊ കയ്യിലിരിക്കുന്ന സാധനമൊക്കെ ഇനി എന്തെങ്കിലും പറയുമല്ലോ, കയ്യിലിരിക്കുന്നത് പോവും ചെയ്യും, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടുകയും ചെയ്യില്ല, അതുപോലത്തെ ഒരു അവസ്ഥയൊക്കെ ആവോ എന്നൊക്കെ എല്ലാവരുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ആരുടെങ്കിലൊക്കെ മനസ്സിൽ എപ്പോഴെങ്കിലും ആരുടെങ്കിലും ജീവിതത്തിൽ എല്ലായ്പ്പോഴും വന്നു പോകുന്ന ഒരു സന്ദർഭമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ലൈഫ് ഇസ് ഓൾ അബൌട്ട് ലൈക്ക് അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് റിസ്ക് എടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഗോയിങ് ആൻഡ് ഗ്രാബിങ് ഇറ്റ്. അതാണ് എന്റെ ഇപ്പം ചിലപ്പോ ഇവൻ മറിയ ഐ ടെൽ യു വൺ തിങ്, നമുക്ക് ചിലപ്പോ വലിയൊരു കാര്യം വന്നു, വലിയൊരു പ്രോജക്റ്റ് വന്നു, ഇറ്റ് ഈസ് വെരി നാച്ചുറൽ ദാറ്റ് വി ക്യാൻ ഫീൽ വെരി ഇന്റിമിഡേറ്റഡ് അല്ലെ. അപ്പോ നമ്മൾ ഇന്റിമിഡേറ്റഡ് ആയിട്ട് വി മൈറ്റ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് പാസ് ബൈ സംടൈംസ് ഇല്ലേ. കാരണം
നമ്മൾ പേടിച്ചിട്ട് ദൈവം ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോ ഒന്ന് കണ്ണടച്ച് വരെ അത് മിസ്സാക്കി കളയും. ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോ അത് ഇപ്പൊ മരക്കാറ് ഓഫർ ചെയ്തപ്പോൾ ലൈക്ക് ഐ വാസ് സീയിങ് ദ ഫിലിം ആൻഡ് ഐ വാസ് ലൈക്ക് what am I going to do with this movie? I don't know. Like it's a big epic period movie. Like എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ അത് എന്റെ കയ്യിൽ എന്റെ കമ്പ്യൂട്ടറിൽ ഇട്ട് തരാം. ഓക്കെ, യു ഹാവ് ടു ഡു ദിസ് എന്ന് പറഞ്ഞു തരുമ്പോഴത്തേക്കും there is a huge probability that I can ബോധം കെട്ടി വീഴാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം അത്രയും വലിയൊരു കാര്യമാണ് മുമ്പിലേക്ക് വെച്ച് തരണം. ലൈക്ക് യുനോ ഞാൻ സ്പെയിനിൽ പോകുന്ന സമയത്ത് ഇതിന്റെ വാർത്തകളൊക്കെ നമ്മൾ ഓരോ മനോരമ ഓൺലൈനിലും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ കാണുമ്പോ നമ്മൾ വിചാരിക്കും ഇത് മിക്കവാറും ഇളയരാജയും റഹ്മാൻ സാറൊക്കെ ചെയ്ത് കാണേണ്ടി വരുമല്ലോ, വാവ് തിരിച്ചു പോകുമ്പോൾ നമുക്കിത് തിയേറ്ററിൽ കാണാം എന്നൊക്കെ നമ്മുടെ മലയാള സിനിമയെ പറ്റി ഊറ്റം കൊള്ളാനിരിക്കുന്ന സിനിമയാണ്. അത് എന്റെ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും അത് ഇറ്റ് ഈസ് കമ്മിങ് ടു മീ എന്ന് പറയുമ്പോഴത്തേക്കും ഐ വാസ് സോ ഓവർവെൽംഡ്. പക്ഷെ ഞാൻ വിചാരിച്ചു ദിസ് ഇസ് വാട്ട് ഐ വാസ് ഡൂയിങ് ദിസ് ഓൾ ദിസ് ടൈം അല്ലേ, ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും വർഷം ചെയ്തതുമെല്ലാം. അപ്പൊ വാട്ട് ആം ഐ ഗോയിങ് ടു ബി ഓവർവെൽംഡ് അബൌട്ട്? അപ്പോ ഇത് എനിക്കിപ്പോ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സംതിങ് ബിഗ് ഇസ് യുനോ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു ദാറ്റ് യു ഹാവ് ടു കോൺകർ. വാട്ട് യു ഹാവ് ടു ഡു ഇസ് ബ്രേക്ക് ഡൗൺ ഇൻ ടു 10 parts, സ്മോൾ പാർട്സ് അല്ല, ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ടു 20 parts വിച്ച് ആർ വെരി സ്മോൾ ടു അക്കംപ്ലിഷ് അല്ലെ. നമ്മളത് കുഞ്ഞു 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 കഷ്ണങ്ങളാക്കി നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് തിങ്ക് അബൌട്ട് വാട്ട് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഒരെണ്ണം കഴിഞ്ഞാൽ അടുത്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോ നമുക്ക് ഇതിനെപ്പറ്റി ഓവർവെൽംഡ് ആയി ഒന്നെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ മെസ്സപ്പ് ചെയ്ത് കുളമാക്കാം, നമ്മുടെ ജോലി നന്നാകാതിരിക്കാം. അതല്ലെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് മേക്ക് ഇറ്റ് ഇൻ സ്മോൾ പാർട്സ് ആൻഡ് ലുക്ക് അറ്റ് ഓൺലി ദ പാർട്ട് ദാറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അപ്പൊ അത് വളരെ ചെറുതാ, അതെനിക്ക് 2 ദിവസത്തിൽ തീർക്കാം, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ എന്റെ മുമ്പിലുള്ള പണി. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു കാര്യത്തെ കാണാൻ പറ്റിയാൽ ഐ തിങ്ക് യു ക്യാൻ ഡു എനിത്തിങ്, ഏത് എവറസ്റ്റും കീഴടക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാറ്റ്സ് ഓഫ് ടു യു. ഇത് പറഞ്ഞു തരുന്നതിനും ഇത് ഞങ്ങളുടെ റേഡിയോയിലൂടെ പറഞ്ഞു തരും. താങ്ക് യു സോ മച്ച് രാഹുൽ. സീരിയസ്ലി നമ്മള് ഫിലോസഫിക്കലി നമ്മൾ ചില ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല മോട്ടിവേഷൻ പേജസ് കാണുമ്പോൾ പലതും കാണാറുണ്ട്. ബട്ട് നമ്മള് പലപ്പോഴും ആളുകൾ അത് പോസ്റ്റ് ചെയ്ത് കാണുമ്പോഴത്തേക്കും നമ്മള് ചിലപ്പോൾ ചെയ്യും ഇത് ഇയാൾക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ ചിരിച്ച് തള്ളാറുണ്ട്. ബട്ട് യു ഡോണ്ട് നോ വാട്ട് change that one post will make to that one person. What it means to that person ആണ് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊന്നും ക്ലീശ അല്ല. നമ്മള് ഇങ്ങനെ തന്നെ നമുക്ക് ഈ ലൈഫിനെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഒരിക്കലും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും when I stood in front of that orchestra, that orchestra is the same people who played for lot of innumerable Hollywood classics. മനസ്സിലായില്ലേ? ഇപ്പൊ ഹാൻസ് സിമ്മറിന്റെ സ്കോർ ആണെങ്കിലും ബ്രയൻ ടൈലറിന്റെ സ്കോർ ആണെങ്കിലും ഒരു ഇപ്പൊ ഹാരി പോട്ടർ ഇങ്ങനെയുള്ള സ്കോറുകളിലൊക്കെ പ്ലേ ചെയ്ത ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോ നമ്മൾ അവരുടെ മുമ്പിൽ നമ്മൾ എഴുതിയ നോട്ട്സ് കൊണ്ടേ വെക്കുക. അതിനു മുമ്പ് അവർക്ക് നമ്മളെ അറിയില്ല, നമ്മുടെ സ്കോർ അവർ കണ്ടിട്ടില്ല. അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്കും ഒരൊറ്റ നോട്ടത്തിൽ അവർക്കറിയാം ഇയാള് മ്യൂസിഷ്യനോ, ഇയാള് സ്റ്റഫുള്ള ആളാണോ, ഇയാള് കോപ്പിഡി ആണോ, ഇയാൾ എടുത്തതാണോ, അഡാപ്റ്റഡ് ആണോ, ഒറിജിനൽ ആണോ എന്നൊക്കെ അവർ ഒറ്റയടിക്ക് അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോ അവരുടെ മുമ്പിൽ നിന്നിട്ട് ഈ സൗണ്ട്, ഈ ഓർക്കസ്ട്ര ഇത്രയും 50-55 ആളുകൾ നമ്മുടെ മുമ്പിൽ ഇരുന്ന് പ്ലേ ചെയ്യുന്ന ഈ സൗണ്ട് നിൽക്കുമ്പോൾ what I felt, I told my wife, she was there, my family was there with me. ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞത്, if I die in this moment, just think that I will be the happiest person on earth. Each word is true. ഞാൻ അവരോട് പറഞ്ഞു ഇത് ഈ സമയത്ത് ഞാൻ വല്ല അറ്റാക്ക് വന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, ഐ എം വെരി ഹാപ്പി. ഡോണ്ട് വറി അബൌട്ട് മീ അറ്റ് ഓൾ. അല്ലെ, ഇത് രാഹുൽ ഇത് പറഞ്ഞു കേൾക്കുമ്പോ തന്നെ ഉണ്ടല്ലോ, ലൈക്ക് when you are explaining all the process and everything, ഞാനിപ്പോ എന്റെ മനസ്സിൽ ഐ വാസ് ആക്ച്വലി ഇമാജിനിങ് ലൈക്ക് ഞാൻ എങ്ങനെയായിരിക്കും നിൽക്കുന്നതെന്നായിരുന്നു ഞാൻ ഇമാജിൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ആണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ല, ഏത് അറ്റാക്ക് എപ്പോ വന്നു എന്ന് ചോദിച്ചാൽ മതി, നേരെ ആശുപത്രിയിൽ എടുക്കാം. എക്സാക്ട്ലി. അതല്ല, നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ, ഇത് എല്ലാവരുടെ ലൈഫിലാണെങ്കിൽ അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടാവുമ്പോഴാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഫീൽഡിൽ നമുക്ക് അങ്ങനെയുള്ള മൊമെന്റ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പൊ അത് ലുക്ക് ഫോർവേഡ് ഫോർ ഇറ്റ് ആൻഡ് ഗ്രാബ് ഇറ്റ് എന്നുള്ളത്. അതിന് നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടായാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് മിസ്റ്റേക്ക്, ഇറ്റ് ഈസ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ് അല്ലേ. അപ്പോ പലപ്പോഴും നമ്മൾ മിസ്റ്റേക്സിനെ ഭയന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യാതിരിക്കും. അവരെന്ത് വിചാരിക്കും, ഇവരെന്നെ പറ്റി അവരുടെ ഒപ്പീനിയൻ താഴോട്ട് പോകും. ഹൂ ഗിവ്സ്, ഞാൻ ഒന്നും പറയുന്നില്ല റേഡിയോ ഉണ്ട്,
തീർച്ചയായിട്ടും അല്ലെ, പറഞ്ഞോളൂ. ബാക്കി നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതെ അതെ, തോന്നുന്നത് എല്ലാവർക്കും പാഠമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ, രാഹുൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ, സോ ദാറ്റ്സ് ഇറ്റ്. ലൈക്ക് ഒരു ലൈഫിൽ എപ്പോഴാണെങ്കിലും ഒരു ടേണിംഗ് പോയിന്റോ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഉണ്ടാവും, നമ്മൾ വി നീഡ് ടു ടേക്ക് ദാറ്റ് ഡിസിഷൻ ദെൻ ആൻഡ് ദേർ എന്നുള്ള രീതിയിൽ. And I'm so happy, like അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാണല്ലോ നമ്മുടെ മുമ്പിൽ ഇത്രയും നന്നായിട്ട് പറയാനും പറ്റുന്നത്. മാത്രമല്ല ഇതുപോലെ ഇനി ഒത്തിരി ഒത്തിരി മൂവീസ് ഒക്കെ നമുക്ക് വരാനിരിക്കുന്നതും ഇപ്പം എസ്പെഷ്യലി നേരത്തെ പറഞ്ഞതുപോലെ പ്രിയൻ സാർ വിളിച്ചതും ഒക്കെ ഇതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ എന്താ പറയുന്നത് ശരിക്കും വിശ്വസിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ. മല്ലികപ്പൂ പൊട്ട് തൊട്ട് അല്ലിവയിൽ ചില്ലണിഞ്ഞ് അന്തിനിലാ പന്തലിലെ മുന്തിരിത്തേൻ മുത്തണിഞ്ഞ് കുറുകുഴൽ കിളി കുറുകവേ കുളിരുരുകവേ കഥ പറയവേ മധുചന്ദ്രലേഖയായി വരവായി ചാരണി. മല്ലികപ്പൂ പൊട്ട് തൊട്ട് അല്ലിവയിൽ ചില്ലണിഞ്ഞ് അന്തിനിലാ പന്തലിലെ മുന്തിരിത്തേൻ മുത്തണിഞ്ഞ്. മയക്കത്തിലോ പെണ്ണ് മയക്കത്തിലോ മായാ ദ്വീപിനക്കരയോ വിളിച്ചുണർത്തും നിന്നെ വിളിച്ചുണർത്തും കാണാ കാറ്റ് കൈവിരലാൽ പരിഭവമൊരു പാട്ടാകും സ്വരമണിയുടെ മുത്താകും ആദ്യ രാത്രിയിലാതിരേ നിന്നോതിരമാവും. മല്ലികപ്പൂ പൊട്ട് തൊട്ട് അല്ലിവയിൽ ചില്ലണിഞ്ഞ് അന്തിനിലാ പന്തലിലെ മുന്തിരിത്തേൻ മുത്തണിഞ്ഞ്. വരച്ചും പട്ടുകൂടഞ്ഞുടുത്തും താഴം പൂക്കൾ മേടഞ്ഞണിഞ്ഞും കാവിൽ തൊടുത്തും കണ്ണിൽ കനവുദിച്ചും കാവൽ തുമ്പി പറന്നുയർന്നും ഉഷസുണരുമൊരാരാമം കസവണിയുമൊരാകാശം നിന്റെ ഗാനമൊരിന്ദ്രനീലപ്പൂവിതളായി പൊഴിയും. മല്ലികപ്പൂ പൊട്ടു തൊട്ട് അല്ലിവയിൽ ചില്ലണിഞ്ഞ് അന്തിനിലാ പന്തലിലെ മുന്തിരിത്തേൻ മുത്തണിഞ്ഞ് കുറുകുഴൽ കിളി കുറുകവേ കുളിരുരുകവേ കഥ പറയവേ മധുചന്ദ്രലേഖയായി വരവായി ചാരണി. ഹിമഗിരി തനയേ കേമലത്തെ അംബരീശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരിതനയേ കേമലത്തെ നിസ 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 പസ നിസ നിസ പസ നിസ നിസ സഗമ ബനി ബഗമ ബനി ധനി ബനി ധമഗ സാനി ബനി ബഗ സനി സഗ ഗ ഗ ഗ സനി സനി മമ പനി സഗ നി സഗ നി സഗ നി സഗ നി സഗ ഗ നി സ പ നി സ പ നി സ പ നി സ പ നി സഗ മ പ സ പനി ഗ സനി സഗ മ പ സ മ പ സനി പനി ഗ സനി സഗ മ പ. മല്ലികപ്പൂ
പൊട്ടു തൊട്ട് അല്ലിവയിൽ ചില്ലണിഞ്ഞ്